തമിഴ്നാട് വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ച 9 പേരുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ നാട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഏകദേശം 2.5 മണിക്കൂർ യാത്ര കഴിഞ്ഞാൽ അവരുടെ സ്വന്തം നാട്ടിൽ എത്തിച്ചേരും. ഒരേ സ്കൂളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ, പ്രിയപ്പെട്ടവർ കണ്ണീരോടെ അവരെ കാത്തിരിക്കുകയാണ്. പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9 മണിയോടെ പൊതുദർശനം നടക്കും. പാങ്ങ് സ്കൂളിൽ നിന്ന് സരീഷുണ്ട്, വാൽപ്പാറയിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്, ആംബുലൻസിനൊപ്പം സച്ചിനും ചേരുന്നുണ്ട്. സച്ചിനാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. സച്ചിൻ, ഏറെ സങ്കടകരമായ ആ പകൽ, ആ അന്ത്യയാത്രയിലേക്ക് കടന്നിരിക്കുന്നു. അധ്യാപകരും ഒപ്പമുണ്ടായിരുന്നവരുമൊക്കെ ഇപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഏതാണ്ട് ആദ്യഘട്ടത്തിൽ കുളിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് ചെറിയ ചില ചടങ്ങുകൾ മാത്രമേ ഇനിയിപ്പോൾ ഇവിടെ പാങ്ങിലെത്തിച്ചാൽ പിന്നെ നടത്താനുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ എവിടെ എത്തി? ഹർഷൻ, നിലവിൽ 6 മണിയോട് കൂടിയാണ് പൊള്ളാച്ചിയിൽ നിന്നും ആംബുലൻസ്, അതായത് 9 പേരുടെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് മലപ്പുറത്തേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഏകദേശം കൊഴിഞ്ഞാമ്പാറ പിന്നിട്ട് പാലക്കാട് നഗരത്തിലേക്ക് എത്താറായിട്ടുണ്ട് നിലവിൽ ആംബുലൻസുകൾ. എന്തായാലും 8:30 തന്നെ മലപ്പുറം പാങ്ങിലേക്ക് 9 പേരുടെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസുകൾ എത്തിച്ചേരും. തമിഴ്നാട് സർക്കാരിൻ്റെ ആംബുലൻസിലാണ് നിലവിൽ 9 പേരുടെ മൃതദേഹങ്ങളും ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഏറെ ദുഃഖകരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടെയാണ് തമിഴ്നാട് പൊള്ളാച്ചിയിലെ വാൽപ്പാറയിൽ വെച്ച് അപകടം സംഭവിക്കുന്നത്. അപകടത്തിൽ 9 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പുലർച്ചെ 3:45 കൂടിയാണ് പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ പൂർത്തീകരിച്ചത്. അതിനുശേഷം സമീപത്തെ പള്ളിയിൽ വെച്ച് ഇസ്ലാം മത വിശ്വാസികളുടെ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച് ഇതിനുശേഷമാണ് 6 മണിയോടുകൂടെ പൊള്ളാച്ചിയിൽ നിന്നും മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസുകൾ പുറപ്പെട്ടിട്ടുള്ളത്. ഈ ആംബുലൻസുകൾക്കൊപ്പം കേരള പോലീസിൻ്റെയും അതേപോലെ തന്നെ സബ് കളക്ടർ അടക്കമുള്ള മലപ്പുറം സബ് കളക്ടർ അടക്കമുള്ളവർ ഈ ആംബുലൻസുകൾക്ക് ഒപ്പമുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടെ ഉണ്ടായിട്ടുള്ളത്. പാങ്ങ് LP സ്കൂളിലെ 8 അധ്യാപകർ അടക്കമുള്ളവരാണ് വിനോദസഞ്ചാരത്തിനായി ആതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് എത്തിയത്. വൈകിട്ടോടുകൂടെ തിരികെ വാൽപ്പാറ വഴി, പൊള്ളാച്ചി വഴി, പാലക്കാട് വഴി മലപ്പുറത്തേക്ക് മടങ്ങാനിരിക്കെയാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത്. വാൽപ്പാറയിലെ 40ഓളം എയർപിൻ വളവുകളുള്ള പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിൽ വെച്ചായിരുന്നു അപകടം സംഭവിക്കുന്നത്. 13ാം വളവിൽ വെച്ചായിരുന്നു, 13ാം ഹെയർപിൻ വളവിൽ വെച്ചായിരുന്നു അപകടമുണ്ടാവുന്നത്. അപകടത്തിൽ നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ 9ാമത്തെ വളവിലേക്ക് പതിക്കുകയായിരുന്നു. 800 മീറ്ററോളം താഴ്ചയിലാണ് പതിച്ചത് എന്നാണ് ദൃക്സാക്ഷികളും അതേപോലെ തന്നെ പോലീസെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ചിത്രങ്ങളും അതേപോലെ തന്നെ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവും അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന്. അതിഭയങ്കരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ടെമ്പോ ട്രാവലറിൻ്റെ ഒരു അവശിഷ്ടം പോലും ഇല്ലാത്ത തരത്തിലുള്ള അത്രയും വലിയ ഒരു ദുഃഖകരമായ കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 7 പേർ മരിച്ചു. 2 പേർ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് മരിച്ചത്. നിലവിൽ 4 പേര് ചികിത്സയിൽ കഴിയുകയാണ്. അതിൽ 3 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിലും ഒരാൾ ഇന്നലെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലുമായിരുന്നു ചികിത്സയിൽ ഉണ്ടായിരുന്നത്. ആ വിദ്യാർത്ഥിനിയെ രാത്രിയോടുകൂടെ തന്നെ ബന്ധുക്കളെത്തി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 3 പേർ കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. ഇത്തരത്തിൽ നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം തന്നെയാണ്. മലയാളികളെ എല്ലാവരെയും ഏറെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ് വാൽപ്പാറയിൽ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപകട സമയത്ത് തമിഴ്നാട്ടിലെ പോലീസിൻ്റെയും അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെയും വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഉടൻ തന്നെ തമിഴ്നാട് പോലീസും അതേപോലെ തന്നെ ഫയർഫോഴ്സും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സംഭവ സ്ഥലത്ത് എത്തുകയും ആദ്യഘട്ടത്തിലുള്ള പ്രാഥമിക രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരുന്നു. എന്നിട്ട് പോലും 9 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. എന്നാൽ പോലും മലയാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ആ ദൃക്സാക്ഷികൾ, അതായത് ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മലയാളികൾ അടക്കമുള്ള ദൃക്സാക്ഷികളുടെ വാക്കുകളെല്ലാം നമ്മൾ ഇന്നലെ കേട്ടതാണ്. അവരൊക്കെ ഏറ്റവും എടുത്തു പറയുന്നത് തമിഴ്നാട് പോലീസിൻ്റെയും മറ്റു വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും നാട്ടുകാരുടെയും എല്ലാം ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ്. തുടർന്നാണ് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങളും അതേപോലെ തന്നെ അപകടത്തിൽ പരിക്കേറ്റവരെയും എല്ലാം
എല്ലാം എത്തിച്ചത്. അവിടെ കൃത്യമായ രീതിയിൽ തമിഴ്നാട് സർക്കാരിൻ്റെയും അതേപോലെ തന്നെ കേരള സർക്കാരിൻ്റെയും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശയവിനിമയം നടത്തി. കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ മന്ത്രി K കൃഷ്ണൻകുട്ടിയും പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ എത്തിയിരുന്നു. അതിനുശേഷമാണ് ദ്രുതഗതിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഒരു നടപടികളിലേക്കെല്ലാം കടന്നത്. കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ വകുപ്പിൻ്റെ ഒരു സംഘം, അതേപോലെ തന്നെ കേരള പോലീസിൻ്റെ പ്രത്യേക സംഘം തുടങ്ങിയവരെല്ലാം തമിഴ്നാട്ടിൽ എത്തിയിരുന്നു. തമിഴ്നാട് സർക്കാരുമായി എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശവും കേരള സർക്കാർ നൽകിയിരുന്നു. കൂടാതെ ഈ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ പൂർണ്ണമായ ചികിത്സാ ചെലവ് കേരള സർക്കാർ വഹിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും കൃത്യമായ ഇടപെടൽ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്ന 3 പേർ കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. നിലവിൽ 9 പേരുടെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് നിലവിൽ എലപ്പുള്ളിപ്പാറ പിന്നിട്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പാലക്കാട് നഗരത്തിൽ മൃതദേഹം വഹിച്ചുള്ള 9 ആംബുലൻസുകളും എത്തിച്ചേരും. പോലീസ് അകമ്പടിയോടുകൂടെ തന്നെ മലപ്പുറം ജില്ലാ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരാണ് ഈ 9 പേരുടെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്രക്ക് ഒപ്പമുള്ളത്. ഏറെ ദുഃഖിപ്പിക്കുന്ന, കേരളക്കരയാകെ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമായി, അപകട ദുരന്തമായി മാറിയിരിക്കുകയാണ് വാൽപ്പാറയിലെ അപകടം. ഹർഷൻ ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വാൽപ്പാറ അപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ പൊള്ളാച്ചിയിൽ നിന്ന് ഇപ്പോൾ പാങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സച്ചിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മഞ്ഞളാംകുഴി അലി MLA ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിരുന്നു. അവിടെ നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷം ഈ മൃതദേഹങ്ങളും പരിക്കേറ്റവരെയും ഒക്കെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷം അവിടെ അദ്ദേഹവും എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹം ന്യൂസ് മലയാളത്തോട് സംസാരിച്ചു. അതിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അരമണിക്കൂർ 1 മണിക്കൂറാണ്. അതിൻ്റെ ഇടയിൽ തന്നെ തീർക്കണം, അല്ലാതെ വല്ലാതെ വൈകിക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊരു 8:15-8:30 എത്തുന്ന പ്രതീക്ഷിക്കുന്നു. 3 പള്ളികളിൽ അതെ ചുറ്റുപാടുള്ള 3 പള്ളികളിൽ അതെ. അപ്പോൾ അവരുടേതായ പള്ളികളോ അല്ലെങ്കിൽ അവരുടേതായ ബോർഡ് ക്രിമേഷൻ ബോർഡ് സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെ സെറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ മാക്സിമം ഒരു 1 അവർ ഒരു കഴിയുന്ന വേഗത്തിൽ ഫിനിഷ് ചെയ്യണം. കാരണം വൈകിക്കാൻ പറ്റില്ലല്ലോ. പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡികളാണ്, പിന്നെ സ്ത്രീകളാണ്. അപ്പോൾ പെട്ടെന്ന് അവരെ 3 പേര് ഇപ്പം ഹോസ്പിറ്റലിലാണ്. അവരെ ICUയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. 3 പേരെയും. പിന്നെ വലിയ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ഈ അപകടം നടന്ന വാൽപ്പാറയിലെ സ്ഥലത്ത് നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ധാരാളം അപകടം നടന്നിട്ടുള്ള ഒരു പാതയാണത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലാത്ത ഒരു പാതയാണ്. ഒരു ഘാട്ട് റോഡാണ്. അതെല്ലാവർക്കും അറിയാം. 41 ഹെയർപിൻ ബിൻഡുകളുണ്ട്. അവിടേക്ക് ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് അവിടെ ഏറ്റവും സൂക്ഷ്മമായി, ഏറ്റവും ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചു പോകേണ്ട ഒരു സ്ഥലമാണെന്നറിയാം. അവിടെയാണ് ഈ 9 മലയാളികളുടെ, അതിൽ അധ്യാപകരടക്കമുള്ളവരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എങ്ങനെയാണ് നടക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഹർഷൻ, ഇന്നലെ രാത്രിയും വൈകുന്നേരവുമായി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷം ഈ പരിക്കേറ്റവരെയും മരിച്ച ആളുകളെ അടക്കം ആശുപത്രിയിൽ എത്തിക്കുന്നുള്ളതായി തുടർ നടപടി എന്നുള്ള നിലയിലാണ് അന്വേഷണവും പരിശോധനകളും നടക്കുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്താണ്. ഹെയർപിൻ വളവ് നമ്പർ 13 നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, പൊള്ളാച്ചി അതേപോലെ തന്നെ വാൽപ്പാറ റോഡ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള പ്രധാന പാതകളിൽ ഒന്നാണ്. അതിരപ്പള്ളിയിൽ നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ ആളിയാർ വരെ 5 ചെക്ക് പോസ്റ്റുകളാണ് ഈ അന്തർ സംസ്ഥാന പാതയിലുള്ളത്. ഈ 5 ചെക്ക് പോസ്റ്റുകൾ അതിരപ്പള്ളി, വാഴച്ചാല്, അതേപോലെ തന്നെ മലക്കപ്പാറ, പിന്നീടുള്ളത് ഷോളയാർ, അതിനുശേഷം വാൽപ്പാറ, പിന്നീട് ആളിയാർ എന്നിങ്ങനെയാണ് ഈ ചെക്ക് പോസ്റ്റുകൾ ഉള്ളത്. ഈ ചെക്ക് പോസ്റ്റുകൾ താണ്ടി വേണം ഇതുവഴി സഞ്ചരിക്കുന്ന മുഴുവൻ യാത്രക്കാരും കടന്നു വരേണ്ടത്. ദുർഘടം പിടിച്ച ചെങ്കുത്തായ പാറക്കെട്ടുകൾ നിറഞ്ഞ ഹെയർപിൻ വളവുകളുള്ള വലിയ ഒരു പാത, അപകടം പതിയിരിക്കുന്ന ഒരു പാത എന്ന് തന്നെ വേണം പറയാൻ. അതുവഴി കേരളത്തിൽ നിന്നും ആതിരപ്പള്ളിയും വാഴച്ചാലും കണ്ട് വാൽപ്പാറയിലെത്തി അവിടെ നിന്നും ഈ ഭാഗത്തേക്ക് എത്തി ആളിയാർ ഡാം കൂടി കണ്ട് തിരികെ മടങ്ങുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തിൽപ്പെട്ട പ്രദേശത്തിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാട്ടിത്തരാൻ കഴിയുന്നത്.
ഈ താഴെ കാണുന്ന ഈ ഹെയർ പിൻ വളവ് നമ്പർ 13 ഈ ഹെയർ പിൻ വളവ് നമ്പർ 13 അതിന് താഴ്ഭാഗത്ത് മറ്റ് ഒട്ടേറെ വളവുകൾ. ഈ ഭാഗത്ത് നിന്നും അതിന് തൊട്ട് താഴെ കാണുന്ന ഭാഗം ആളിയാർ ഡാമാണ്. ആളിയാർ ഡാമിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഈ ആളിയാർ ഡാമിനോട് ചേർന്നുള്ള പ്രദേശമാണ് ഈ ഹെയർ പിൻ വളവ് നമ്പർ. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശം ആളിയാർ ഡാമാണ്. അതിനുശേഷം ഈ ഭാഗത്തേക്ക് വളഞ്ഞു തിരിഞ്ഞ് ചുറ്റിക്കറങ്ങി വരുന്ന പാതകളാണ് ഉള്ളത്. ആ പ്രദേശത്തു കൂടിയാണ് ഈ വിനോദയാത്രാ സംഘം, അധ്യാപകന്മാരടക്കമുള്ള ആളുകളുടെ സംഘം സഞ്ചരിച്ചതും മറ്റും. അതിനുശേഷം ഇവിടേക്ക് വരുന്ന വാഹനം കയറ്റം കയറി വരുന്ന വാഹനം നിയന്ത്രണം തെറ്റി താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രാഥമികമായ പരിശോധനകൾ ഇവിടെ നടന്നിട്ടില്ല. പക്ഷേ ഈ അപകടം സംഭവിച്ച് ഈ പറയുന്ന ഡിവൈഡറുകൾ മറികടന്നുകൊണ്ട് ഈ ടെമ്പോ ട്രാവലർ താഴേക്ക് പതിച്ച ഭാഗം ഇവിടമാണ്. ഇവിടെ ഈ കാണുന്ന ദൃശ്യങ്ങൾ നമുക്ക് വേഗത്തിൽ തന്നെ കാട്ടിത്തരാൻ കഴിയും. ഈ കൈവരികൾ അല്ലെങ്കിൽ ഈ ചുറ്റിക്കെട്ടിയ മതിൽ തകർത്തുകൊണ്ടാണ് ഈ വാഹനം താഴേക്ക് പതിക്കുന്നത്. ഞാൻ ഈ കൈ കാട്ടിത്തരുന്ന ഭാഗത്ത് വഴിയാണ്. ഇവിടെ നിന്ന് നേരെ 800 അടി താഴ്ചയിലേക്കാണ് വാഹനം പതിച്ച് നിലം പതിക്കുന്നത്. അവിടെ വെച്ച് തന്നെ 8 പേർ മരണപ്പെടുന്നു. പിന്നീട് ഇവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടോ ആളുകളെന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും പരിശോധിക്കുകയും വേണ്ടിയിരുന്നു. അവിടെ നിന്നും ഈ കാണുന്ന ഭാഗത്തേക്കാണ് വാഹനം ഒരു 200 മീറ്റർ മാറ്റി ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തു മാറ്റിയിരിക്കുന്ന വാഹനത്തിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 13-ാം ഹെയർ പിൻ വളവിൽ നിന്നും 9-ാം ഹെയർ പിൻ വളവിനടുത്തേക്കാണ് ഈ വാഹനം നിലം പതിക്കുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 8 പേർ മരണപ്പെടുന്നു. മറ്റുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഗുരുതരമായ പരിക്കേൽക്കുന്നു. ആ തകർന്ന് നാമാവശേഷമായ നിലയിലുള്ള വാഹനത്തിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ ഒരു രൂപം കൂടി കാണേണ്ടതുണ്ട്. ദുർഘടം പിടിച്ച വളവുകൾ നിറഞ്ഞ ഈ ഒരു മേഖല നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ കഴിയും. വളഞ്ഞു പോകുന്ന ഹെയർ പിൻ വളവുകൾ, അതോടൊപ്പം തന്നെ ചെങ്കുത്തായ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശം. കാഴ്ച ഭംഗി, പ്രകൃതി ഭംഗി ഏറെയുണ്ടെങ്കിലും അപകടം പതിയിരിക്കുന്ന വഴികൾ തന്നെയാണ്. വാഹനങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് നിയന്ത്രണം പാലിച്ച് സഞ്ചരിക്കേണ്ട ഒരു പാത തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടതായിട്ടുള്ള കാര്യം. കാരണം ഇവിടെ ഈ അപകടം നടന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് വളവ് തിരിഞ്ഞു വരുന്ന ഭാഗമാണെങ്കിലും അത്യാവശ്യം വീതിയുള്ളൊരു ഭാഗമാണ്. അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ നിലം പതിച്ച് വാഹനം നിയന്ത്രണം നഷ്ടമായി താഴേക്ക് വാഹനം പതിച്ചു എന്നുള്ളത് ഇനിയും പരിശോധനകളിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടമായിപ്പെട്ടിട്ടുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ, അതുമല്ലെങ്കിൽ ഡ്രൈവറുടേതായിട്ടുള്ള പ്രശ്നങ്ങളാണോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അശ്രദ്ധയോ അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടമായതോ ആരോഗ്യ പ്രശ്നങ്ങളോ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. കാരണം ഈ അപകടത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ ഭൂരിഭാഗം ആളുകളും ജീവനുള്ളവർ അബോധാവസ്ഥയിലും മറ്റുമാണ്. അത്യാഹിത വാർഡിൽ ചികിത്സയിലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ അപകട കാരണം കണ്ടെത്തുക, ഇത്രയും തകർന്നടിഞ്ഞ ഒരു വാഹനത്തിൽ പരിശോധനകൾ നടത്തി കണ്ടെത്തുക എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനുമൊക്കെ ഒരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതായാലും ഈ പ്രദേശത്തിൻ്റെതായിട്ടുള്ള ഒരു ഏരിയൽ വ്യൂ തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. പ്രദേശം വളരെ പ്രകൃതി മനോഹരമാണ്. പക്ഷേ ദുരന്തങ്ങളും അപകടങ്ങളും പതിയിരിക്കുന്ന പാത, നിരന്തരമായി പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അവിടെ ഈ ഒരു പരിശോധനകൾ നടത്തി അപകട കാരണം കണ്ടെത്തിയാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും മറ്റും സ്വീകരിക്കാനാവുകയുള്ളൂ. ഏതായാലും തമിഴ്നാട് പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും കേരള പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അല്പസമയങ്ങൾക്കകം തന്നെ സംയുക്തമായ ഒരു പരിശോധന ഇവിടെ നടക്കുമെന്നാണ് കരുതുന്നത്. ഏതായാലും നിലവിൽ ഈ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ കേരളത്തിലേക്ക് അയച്ചതിന് പിന്നാലെ തന്നെ മറ്റ് ദൗത്യങ്ങളിലേക്ക് കൂടി കടക്കാൻ അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ തമിഴ്നാട് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏറെ വൈകിയും ഈ രക്ഷാപ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ പിന്നീടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുമെല്ലാം തമിഴ്നാട് പോലീസും
സന്നദ്ധ സംഘടനകളും അവിടുത്തെ ആരോഗ്യ വകുപ്പും എല്ലാം സമഗ്രമായി ഇടപെടുകയും അതിൻ്റെ എല്ലാ തരത്തിലുള്ള നടപടികളും കേരള പോലീസിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇന്ന് ഈ അപകടത്തിൻ്റെ ഇടയായ സ്ഥലത്ത് പരിശോധന നടത്തുകയും അതിൻ്റേതായിട്ടുള്ള മറ്റ് നടപടികൾ നടത്തുകയും ഒക്കെ വേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ വലിയൊരു ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ തമിഴ്നാട് സർക്കാർ ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാതിരിക്കാനാകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സഹായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി വേഗത്തിൽ വിഷയത്തിൽ ഇടപെടുകയും തമിഴ്നാട് സർക്കാർ വൃത്തങ്ങൾ, പൊള്ളാച്ചി കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ ദുരന്ത നിവാരണം പ്രവർത്തനങ്ങൾക്ക് വേഗത്തിൽ ആവശ്യമായ നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചുകൊണ്ട് കേരളത്തിലുണ്ടായ ഒരു പ്രശ്നത്തെ, അല്ലെങ്കിൽ മലയാളികൾക്ക് ബാധിച്ച ഒരു പ്രശ്നത്തെ അവരുടേതായിട്ടുള്ള ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ തന്നെ ഏറ്റെടുത്ത് കണ്ടുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതും പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഈ ദുർഘടം പിടിച്ച അപകടപാതയിൽ തുടർ നടപടികൾ അവരുടെ ഭാഗത്തു നിന്നും അതിവേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ഹർഷൻ.